ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു നാടിൻ്റെ തലക്കുറി മാറ്റി എഴുതാനാവുമോ? ഒറ്റയ്ക്കൊരു വിപ്ലവത്തിന് തിരികൊളുത്താനാവുമോ? പറ്റും. ഒരൊറ്റ കളി കൊണ്ട് തന്നെ പറ്റും. കർണാടകക്കാരൻ ആയുഷ് ഷെട്ടി 21-ാം വയസ്സിൽ ചെയ്തത് അതാണ്. ഇന്നലെ വരെ സനൂർ കർണാടകയ്ക്ക് പുറത്ത് ഖ്യാതിയൊന്നുമില്ലാത്തൊരു കുഞ്ഞു ഗ്രാമമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ആ കഥയാകെ മാറി. ഒറ്റ കളി കൊണ്ട് ചൈന വൻമതിലിനെ നിഷ്പ്രഭമാക്കിയ ആയുഷ് ഷെട്ടി എന്ന 6'5" നാടായി മാറിയിരിക്കുകയാണ് സനൂർ. ഒറ്റ വിലാസം കൊണ്ട് ആ നാട് ആത്മാഭിമാനത്തിൻ്റെ കൊടുമുടിയിലായി കഴിഞ്ഞു. ലോക ചാമ്പ്യൻഷിപ്പിലെ അരങ്ങേറ്റത്തിൽ ലോക ചാമ്പ്യനെ തന്നെയാണ് ആയുഷ് കെട്ടിച്ചത്. ലോക ചാമ്പ്യൻ മാത്രമല്ല, ലോക 1-ാം നമ്പറുകാരൻ കൂടിയാണ് ചൈനയുടെ ഷി യൂക്കി. 3 പ്രാവശ്യം തുടർച്ചയായി ആയുഷിനെ തോൽപ്പിച്ചയാളാണ്. തീർന്നില്ല, ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി, ഓൾ ഇംഗ്ലണ്ടിൽ സ്വർണം, ഏഷ്യൻ ഗെയിംസിൽ 2 സ്വർണവും വെള്ളിയും, പിന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, സുധീർമൻ കപ്പ്, തോമസ് കപ്പ്, എണ്ണാൻ പാടുപെടുന്ന അത്ര നേട്ടങ്ങളുണ്ട് കംപ്ലീറ്റ് ഷട്ട്ലർ എന്ന ഖ്യാതിയുള്ള യൂക്കിക്ക്. ആയുഷിൻ്റെ നേട്ടം അല്ലെങ്കിൽ ലോക ചാമ്പ്യൻഷിപ്പിലെ തുടക്കം അത്ര നിസ്സാരമല്ലെന്ന് സാരം. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ യൂക്കിയോടേറ്റ തോൽവിക്കുള്ള പ്രതികാരം ഈ ചരിത്ര വിജയത്തിന് മധുരമുള്ള മേമ്പൊടിയുമായി. മലേഷ്യൻ ഓപ്പണിലും ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സിലുമൊക്കെ യൂക്കിക്കായിരുന്നു ജയം. എല്ലാറ്റിനും ചേർത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ തന്നെ കൊടുത്തു ആയുഷ് എണ്ണം പറഞ്ഞൊരു തിരിച്ചടി. യൂക്കിക്കും ചൈനയ്ക്കും ഒരിക്കലും മറക്കാനാവാത്തൊരടി. 6'5" ആയുഷ്, അക്ഷരാർത്ഥത്തിൽ അധികായൻ. ഇപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബാഡ്മിൻ്റൺ താരമാണ്. ഈ ഉയരം തന്നെയാണ് കോർട്ടിൽ ആയുഷിൻ്റെ വജ്രായുധം. ലോക ചാമ്പ്യൻഷിപ്പിൽ യൂക്കിയുടെ അതിവേഗവും അനുഭവ സമ്പത്തും അടിതെറ്റി വീണതും ഈ ഉയരത്തിൻ്റെ മുന്നിലാണ്. ഉയരം അഡ്വാൻറ്റേജാക്കി ആയുഷിൻ്റെ ജംപ് സ്മാഷുകൾക്ക് മുന്നിൽ എതിരാളികൾ പകച്ചു പോകുന്നത് പലകുറി നമ്മൾ കണ്ടു. ഇന്ത്യയുടെ തന്നെ ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് ജോഡി ഡബിൾസിൽ പയറ്റുന്ന അതേ തന്ത്രം. ബാക്കോട്ടിൽ ഉയർന്നു ചാടി ഏതാണ്ട് 8 അടി ഉയരത്തിൽ നിന്ന് ആയുഷ് ഉതിർക്കുന്ന സ്മാഷുകൾ ഉൽക്ക പോലെയാണ് എതിർക്കോട്ടിൽ വന്ന് പതിക്കുന്നത്. ഇതിനു മുന്നിൽ മറ്റ് പലരെയും പോലെ യൂക്കിക്കും ഉത്തരമില്ലായിരുന്നു. മറ്റൊരു ആനുകൂല്യം നീളൻ കാലുകളും കൈകളും ഉള്ളതുകൊണ്ട് തന്നെ കോർട്ടിൻ്റെ ഏറിയ പങ്കും അധികം ഓടാതെ തന്നെ കവർ ചെയ്യാനാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നെറ്റ് ഇൻ്റർസെപ്ഷനിലും വലിയ മേൽക്കൈ ആയുഷിന് കിട്ടാറുണ്ട്. ഫ്രണ്ട് കോർട്ടിൽ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും ആയുഷിനെ സഹായിക്കുന്നത് ഈ ഉയരം തന്നെയാണ്. ഉയരത്തിൻ്റെ കാര്യത്തിൽ ഡെൻമാർക്കിൻ്റെ ഇതിഹാസ താരം വിക്ടർ എക്സൽസനാണ് ആയുഷിൻ്റെ അഗ്രഗാമി. ആയുഷിൻ്റെ റോൾ മോഡലുമാണ്. ഇരട്ട ഒളിമ്പിക് സ്വർണവും ലോക ചാമ്പ്യൻഷിപ്പും സ്വർണവും 3 വട്ടം ഒളിമ്പിക് ചാമ്പ്യനും ഒക്കെ ആയ എക്സൽസൺ. ആയുഷിനെ കാണുമ്പോൾ എനിക്കെൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നതെന്ന് ഒരിക്കൽ എക്സൽസൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമാന പ്രകൃതക്കാരനായ എക്സൽസിനോടുള്ള ആരാധന ആയുഷ് മറച്ചു വെച്ചിട്ടില്ല. ദുബായിൽ എക്സൽസിനൊപ്പം പരിശീലനം നടത്തിയിട്ടുണ്ട് ആയുഷ്. ഉയരക്കൂടുതലിൻ്റെ ഈ ആനുകൂല്യത്തിനപ്പുറത്തേക്ക് ആയുഷ് 21-ാം വയസ്സിൽ തന്നെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ US ഓപ്പൺ അതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു. ചൈനയുടെ ലോക 6-ാം നമ്പർ ചൗ ടിയൻ ചെന്നിനെതിരെയ സെമിയിൽ ആയുഷിൻ്റെ പക്വത ലോകം മുഴുവൻ കണ്ടു. ആക്രമണകാരിയായ ഒരു ഷട്ട്ലർ മാത്രമല്ല, പ്രതിസന്ധികളിൽ പതറാതെ ക്ഷമയോടെ കാത്തിരുന്ന് തിരിച്ചു വരാനുള്ള ആയുഷിൻ്റെ കഴിവും അന്നാണ് ലോകം കണ്ട് കൈയടിച്ചത്. ബാക്കൗട്ടിലെ മികവും പക്വതയാർന്ന ഷോട്ട് സെലക്ഷനും കൊണ്ടൊക്കെ ചെന്നിനെ മറികടന്നതു മുതൽ വിദഗ്ധർ ആയുഷിൽ ഒരു ലോക ചാമ്പ്യനെ കുറിച്ചിട്ടിരുന്നു. അതായിരുന്നു ആയുഷിൻ്റെ സീനിയർ സർക്യൂട്ടിലെ ആദ്യത്തെ ലോക കിരീടം. ഒരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു അത്. അച്ഛനായിരുന്നു കുട്ടിക്കാലം മുതൽ ആയുഷിൻ്റെ ഹീറോ. അച്ഛനെ കണ്ട് 5-ാം വയസ്സിൽ തന്നെ റാക്കറ്റ് കയ്യിലെടുത്തു. വീടിൻ്റെ മുറ്റത്തും പിന്നാമ്പുറത്തുമൊക്കെ ആയിരുന്നു തുടക്കത്തിലെ കളി. മകൻ്റെ പ്രതിഭയ്ക്ക് തൻ്റെ ശിക്ഷണം പോരെന്ന് കണ്ടപ്പോഴാണ് പുറത്ത് പരിശീലകരെ തിരഞ്ഞത്. അക്കാലത്ത് പക്ഷേ സനൂരിൽ നല്ല കോർട്ടുകളോ പരിശീലകരോ ബാഡ്മിൻ്റൺ താരങ്ങൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവനെ കാർക്കളയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ 8-ാം വയസ്സിൽ കൃഷ്ണകുമാറിൻ്റെ ഐ സ്പോർട്സിലെത്തി. കർണാടകയിലെ യുവ പ്രതിഭകളുടെ നഴ്സറിയാണ് ഐ സ്പോർട്സ്. അതായിരുന്നു പ്രകാശ് പദുക്കോൺ അക്കാഡമിയിലേക്കുള്ള വാതിൽ. അങ്ങനെ കുടുംബം സനൂർ വിട്ട് ബാംഗ്ലൂരിലേക്ക് കൂടുമാറി. മുൻ ദേശീയ ചാമ്പ്യനും ദേശീയ കോച്ചും മലയാളിയുമൊക്കെയായ വിമൽകുമാറിൻ്റെയും സാഗർ ചോപ്രയുടെയും കീഴിൽ അങ്ങനെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം സുവർണ കാലഘട്ടം ആരംഭിച്ചു. നേട്ടങ്ങളിലേക്ക് അങ്ങനെ മെല്ലെ മെല്ലെ ചുവട് വെച്ച് കയറി. 2021 ഡെൻമാർക്ക് ജൂനിയർ ഇൻ്റർനാഷണൽ ആയിരുന്നു ആദ്യ അന്താരാഷ്ട്ര കിരീടം. പിന്നെ ചരിത്രം കുറിച്ച് വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം. ഈ നേട്ടം കൊയ്യുന്ന 6-ാമത്തെ ഇന്ത്യക്കാരനായി. പിന്നെ സീനിയർ തലത്തിൽ ആദ്യം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി, പിന്നെ തോമസ് കപ്പിൽ വെങ്കലം, കഴിഞ്ഞ വർഷം US ഓപ്പണിൽ കിരീടം. 61 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഒരേയൊരു ഇന്ത്യക്കാരനെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയിട്ടുള്ളൂ. ഇത് ചെറിയ നേട്ടമല്ല. ഇതിനിടെ വൻമരങ്ങൾ പലതിനെയും കടപുഴക്കി. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് ലീ ഷി ഫെങ്, ലോക 3-ാം നമ്പറുകാരൻ ജൊനാഥൻ ക്രിസ്റ്റി, മുൻ ലോക ചാമ്പ്യനും ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവുമായ അന്നത്തെ ലോക 1-ാം നമ്പറുകാരൻ കുൻലാവറ്റ് VT സാൻ, അങ്ങനെ പലരെയും. ഷി യൂക്കി മാത്രമായിരുന്നു വൻമതിലായി അല്ലെങ്കിൽ അപരാജിതനായി മുന്നിൽ നെഞ്ചുവിരിച്ച് നിന്നത്. ഇപ്പോഴിത് ആ മരവും നിലംപൊത്തി കഴിഞ്ഞു. പടിപടിയായുള്ള ഉയർച്ചയ്ക്ക് പിന്നിൽ കഴിവ് മാത്രമല്ല, ആയുഷിൻ്റെ കഠിനാധ്വാനവും ചെറുതായിരുന്നില്ല. ഒളിമ്പിക്സിന് മുമ്പ് ലക്ഷ്യ സെന്നിനൊപ്പം മാഴ്സയിലെത്തി 3 ആഴ്ച പരിശീലനം നടത്തി. പിന്നെ പപ്പു സഹോദരന്മാരെ ടോമ ക്രിസ്റ്റോ എന്നിവർക്കൊപ്പം, അത് കഴിഞ്ഞ് ദുബായിൽ വിക്ടർ എക്സൽസിനൊപ്പം. അങ്ങനെ പരിശീലനം നടത്തി പ്രതിഭയെ രാഗി മിന്നുക്കി, പിഴവുകൾ തീർത്തു. കൊച്ചിൻ്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലേക്കും കാനഡയിലേക്കുമൊക്കെ കളിക്കാൻ പോയത് ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ സ്വയം പര്യാപ്തത സ്വായത്തമാക്കി, ആത്മവിശ്വാസം ഇരട്ടിച്ചു. മികച്ച ആക്രമണകാരിയായിരുന്നെങ്കിലും പ്രതിരോധത്തിൽ പിഴവുകൾ ഏറെയുണ്ടായിരുന്നു ആയുഷിന്. പ്രത്യേകിച്ച് എതിരാളി ശരീരത്തെ ഉന്നമിടുകയോ പാരലൽ ഷോട്ടുകൾ കളിക്കുകയോ ചെയ്യുമ്പോൾ. ഇതൊക്കെ കഠിനമായ പരിശീലനത്തിലൂടെയാണ് ആയുഷ് മെച്ചപ്പെടുത്തി കൈക്കുറ്റപ്പാട് തീർത്തത്. അതിനുള്ള കാരണവും കോച്ച് വിമൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.
ആയുഷിൻ്റേത് ഒരു ബാഡ്മിൻ്റൺ ബ്രെയിനാണ്. പിഴവുകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താനും പാഠങ്ങൾ പെട്ടെന്ന് തന്നെ സ്വാംശീകരിക്കാനുമുള്ള തലച്ചോറ് തന്നെയാണ് ആയുഷിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ തലച്ചോറ് ഇന്ത്യൻ ബാഡ്മിൻ്റണിൻ്റെ തലവര തന്നെ മാറ്റുമെന്നാണ് ലോക ബാഡ്മിൻ്റണിലെ ഏറ്റവും വിലയേറിയ അട്ടിമറി നൽകുന്ന സൂചന. ആയുഷിന് സഞ്ചരിക്കാൻ ഇനിയും ദൂരമേറെയുണ്ട്. ഈ ഒരൊറ്റ അട്ടിമറി കൊണ്ട് എല്ലാമായി എന്നല്ല. ഈ ജയം പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല, അത് പകരുന്ന ശുഭസൂചനയും നിസ്സാരമല്ല. കിഡംബി ശ്രീകാന്തിനും HS പ്രണോയ്ക്കും ശേഷം ഇന്ത്യൻ ബാഡ്മിൻ്റണിൻ്റെ ഭാവി എന്താണെന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഈ ജയത്തിലുണ്ട്. പുരുഷന്മാരുടെ സിംഗിൾസിൽ ആയുഷിനെ കൂടാതെ ലക്ഷ്യ സെൻ ഉണ്ട്, കിരൺ ജോർജ് ഉണ്ട്, പ്രിയാൻഷു രജാവത്ത് ഉണ്ട്. ശക്തമാണ് വളർന്നു വരുന്ന ഇന്ത്യയുടെ യുവനിര. സ്ട്രോങ് ആണ് നമ്മുടെ ജെൻസി. എല്ലാവരിലും ആയുഷിൻ്റെ ഒരൊറ്റ ജയം കൊളുത്തുന്ന ആത്മവിശ്വാസത്തിൻ്റെ നാളം ചെറുതല്ല. ചില ജയങ്ങൾ അങ്ങനെയാണ്. ഒന്നു മതി, ഒരു മഹാവിപ്ലവത്തിന് തിരികൊളുത്താൻ ഒരു ചെറുനാളം മതി. ആയുഷ് ചെയ്തത് അതാണ്.